നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. ഗലീലയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകൾ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി. കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അവർ അകത്ത് കടന്ന് നോക്കിയപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം അവിടെ കണ്ടില്ല. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ രണ്ടുപേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. അപ്പോൾ അവർ അവനോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുകയും. അപ്പോൾ അവർ അവന്റെ വാക്കുകൾ ഓർമ്മിച്ചു. കല്ലറയിൽ നിന്ന് തിരിച്ചു വന്ന് അവർ ഇതെല്ലാം 11 പേരെയും മറ്റെല്ലാവരെയുമായി അറിയിച്ചു. മഗ്ദലേന മറിയവും യോവാനെയും യാക്കോബിന്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മറ്റു സ്ത്രീകളാണ് ഇക്കാര്യങ്ങൾ അപ്പോസ്തലന്മാരോട് പറഞ്ഞത്. അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെ തോന്നിയിട്ടുള്ളൂ. അവർ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയിലേക്ക് ഓടി. കുനിഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു. സംഭവിച്ചതിനെ പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി. കർത്താവിന്റെ സുവിശേഷം. ജെൽസനച്ചൻ, തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എനിക്കേറെ അഭിമന്യരായ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഉറക്കത്തോട് മല്ലിട്ട് നിൽക്കുന്ന 1000 കണ്ണുകളുമായിട്ട് എൻ്റെ മുമ്പിൽ കുറെ മനുഷ്യരുണ്ടെന്നുള്ള ബോധ്യമാണ് ഈ പച്ചപ്പാതയ്ക്കും കർത്താവിൻ്റെ സുവിശേഷം പറയാൻ എന്നെ ബലപ്പെടുത്തുന്നത്. നിങ്ങളുടെ മൽപ്പിടുത്തം ഉറക്കത്തോടു കൂടി മാത്രമല്ല, ജീവിതത്തിലെ പ്രതിസന്ധികളോടുകൂടിയാണെന്ന് ഈ രാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വെറുതെ ഒരു ചോദ്യം ചോദിച്ചാൽ മതി, എന്തിനാണ് ഈ നേരത്ത് കഷ്ടപ്പെട്ട് കണ്ണൊക്കെ തുറന്ന് പിടിച്ചുകൊണ്ട് നിങ്ങളിവിടെ അൾത്താരയ്ക്ക് ചുറ്റുമായിരിക്കാൻ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്കും നിങ്ങൾക്കും കണ്ടെത്താൻ കഴിഞ്ഞാൽ ഈ ഇരിപ്പിനും ഈ ജാഗരണത്തിനുമൊക്കെ അർത്ഥമുണ്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഞാൻ നിങ്ങളൊന്ന് അല്പം ഒന്ന് പ്രശ്നത്തിലാക്കിയില്ലെങ്കിൽ, നിങ്ങളുടെ ഉറക്കം കെടുത്തിയില്ലെങ്കിൽ ഈ പ്രസംഗം, ഈ സുവിശേഷ വിചാരം ബാക്കിയാകത്തില്ല, അല്ലെങ്കിൽ പൂർണ്ണാകത്തില്ല എന്നുള്ളൊരു വിചാരം ഉള്ളതുകൊണ്ട് വെറുതെ ഒരു ചോദ്യം ചോദിക്കും. ജീവിച്ചിരിക്കുന്നവനെ ഇനിയും നിങ്ങൾ മൃതരുടെ ഇടയിൽ അന്വേഷിക്കുന്നുണ്ടോ? ഇല്ലാന്ന് ഇവിടെ ഇരിക്കുന്ന, ഉറങ്ങാതിരിക്കുന്ന എല്ലാവരും എണീറ്റിരുന്ന് പറയാൻ എനിക്കറിയാം. പക്ഷെ ചോദ്യത്തിന്റെ രീതി ഒന്ന് മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നത്തിലാവും. നിങ്ങളുടെ ജീവിതത്തിലെ
സാമ്പത്തിക പരാധീനതയിൽ നിങ്ങൾ ഉയർത്ത ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ പെട്ടെന്ന് മാറ്റപ്പെടാൻ സാധ്യതയില്ലാത്ത രോഗാവസ്ഥയിൽ നിങ്ങൾ ഈശോയെ കണ്ടിട്ടുണ്ടോ? സജീവനായിട്ട് നിൽക്കുന്ന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പരാതി പറയാത്ത, അല്ലെങ്കിൽ മരുമകളെ കുറിച്ച് മരുമകനെ കുറിച്ച് പരാതി പറയാതെ എല്ലാ സങ്കടങ്ങളെയും ചങ്കോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അമ്മായിയപ്പനുണ്ടോ ഈ കൂട്ടത്തിൽ? എല്ലാം ഞാൻ എഴുതി കൊടുത്തച്ചാണ്. ഇപ്പൊ കൃത്യമായിട്ട് കഞ്ഞിവെള്ളം കിട്ടുമെന്ന പോലെ സംശയത്തിലാണ്. അവിടെ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ സജീവനായ ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? വീണ്ടും ചോദ്യം റിപ്പീറ്റ് ചെയ്യും. സജീവനായ നിൽക്കുന്ന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കാറുണ്ടോ? നമ്മളിങ്ങനെ പരാതി പറയുമ്പോഴും സങ്കടം പറയുമ്പോഴും പ്രതിരോധിക്കാൻ വേണ്ടി ഈശോയുടെ സുവിശേഷത്തെ ഓർക്കണമെന്ന് പറയാൻ വേണ്ടി ഇത് പറഞ്ഞു. എന്താണ് ഈ രാത്രി ഉയർത്തിതനായ ഈശോ നമുക്ക് നൽകുന്ന മെസ്സേജ്? വളരെ സിമ്പിളാ വാക്ക്: പ്രത്യാശ. മൂന്നാം പക്കം, 3 ദിവസത്തെ ഒരുക്കങ്ങൾക്ക് ശേഷം അതിൻ്റെ കൾമിനേഷനാണ് ഈ ദിവസം എന്ന് പറയുന്നത്, അല്ലേ? നമ്മള് ദുഃഖവ്യാഴമെന്നും ദുഃഖവെള്ളിയെന്നും ദുഃഖശനി എന്നൊക്കെ പറഞ്ഞ് ഈ ആഡ്ജക്റ്റീവ് ഇട്ടില്ലേ, നാമവിശേഷണങ്ങൾ നൽകി പറഞ്ഞ 3 ദിവസത്തിനും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മറുപടി തന്നു. ദുഃഖവെള്ളിയും ദുഃഖവ്യാഴവും ദുഃഖവെള്ളിയും ദുഃഖശനിയും നമ്മളിങ്ങനെ നല്ല വ്യാഴവും നല്ല വെള്ളിയും നല്ല ശനിയൊക്കെ ആയിട്ട് മാറ്റുന്ന ദിവസമാണ് ഈസ്റ്റർ ദിവസം. ഇംഗ്ലീഷുകാരൻ അത് കൃത്യമായിട്ട് പറയും ഗുഡ് ഫ്രൈഡേ. നമ്മൾ പറയുമ്പോൾ ദുഃഖവെള്ളി. നമുക്ക് ഇച്ചിരി മനുഷ്യത്വപരമായിട്ടുള്ള കൺസിഡറേഷൻ ഉണ്ടായിരിക്കില്ല. അല്ല, എൻ്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു കിടന്നു കഴിഞ്ഞാൽ എനിക്കന്ന് ഗുഡ് ഫ്രൈഡേ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്കിച്ചിരി നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നണോണ്ട് നമ്മൾ അതിനിങ്ങനെ പറയും. പക്ഷെ വിശ്വാസിയുടെ കണ്ണുകളിലൂടെ ഈ ദിവസത്തെ വ്യാഴാഴ്ചയിൽ, പെസഹ വ്യാഴാഴ്ചയിൽ ദുഃഖവെള്ളിയെയും ദുഃഖശനിയെയും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ഒരു കൃത്യമായ മറുപടി ഉണ്ടാവണം. ഇത് ദുഃഖവ്യാഴമോ ദുഃഖവെള്ളിയോ ദുഃഖശനിയോ അല്ല, മറിച്ച് ഈശോ ഉയർത്തെഴുന്നേറ്റ ആ പ്രത്യാശ എന്നെ ഓർമ്മിപ്പിക്കുന്നത് നല്ല വ്യാഴവും നല്ല വെള്ളിയും നല്ല ശനിയുമാണ്. നമുക്കിങ്ങനെ ജീവനോട് അതിയായിട്ടുള്ള സ്നേഹമുണ്ടില്ലേ? ഞാൻ വെറുതെ പ്രസംഗത്തിന്റെ ഒരു സ്റ്റൈലിന് വേണ്ടി റട്ടറിയുടെ ഭാഗമായിട്ട് ഞാൻ വെറുതെ പറയുന്നത്, ഈ പള്ളിയുടെ അകത്ത് ബോംബ് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ജീവനും കൊണ്ട് ഓടിക്കും. മുട്ടയിൽ എഴുതി വന്ന വല്യപ്പച്ചനും സഹിതം മുട്ടയിൽ എഴുതുന്ന കൊച്ചു വരെ എണീറ്റ് ഓടിവിടുന്നു. എനിക്ക് ഉറപ്പാണ്, അല്ലെ? പാതി ഉറക്കത്തില് കൂർക്കം വലിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഇറങ്ങാനിരിക്കുന്ന ടീം പോലെ എണീറ്റ് ഓടുന്നു. എന്തിനാ അധികം പറയണത്? നല്ല ഇടിയും പറ്റി മഴ പെയ്തപ്പം മഞ്ചത്ത് കിടന്ന കർത്താവിനെ ഞങ്ങൾ വഴിയിലിട്ട് ചോടിയച്ചാണ്, അല്ലേ? പിന്നെ ഓടാൻ പറ്റാത്ത ഞങ്ങൾ അച്ഛന്മാർക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ആഘോഷമായിട്ട് നിന്നാലേ. ജീവനോടുള്ള അതിയായ കൊതിയുള്ള മനുഷ്യന്മാർക്ക് പ്രത്യാശയെ കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ജീവിച്ചിരിക്കുന്നവനെ എന്തിനാ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? ഇതൊരു ജൈവിക മരണമാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ശരീരത്തിന് സംഭവിച്ച മരണത്തെ കുറിച്ചല്ല സുവിശേഷം പറയുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ഏത് മേഖലയും തൊടുന്ന, പിന്നെ സാമ്പത്തിക പരാജയം സംഭവിക്കുമ്പോൾ ഞാൻ കടന്നു പോകുന്നത് മരണാനുഭവം. രോഗത്തിന്റെ വിഷമതകൾ ഞാൻ ഇങ്ങനെ ജീവിച്ചു തീർക്കുമ്പോൾ ഞാൻ കടന്നു പോകുന്നത് ഈ മരണാനുഭവം തന്നെയാണ്.
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഡിവോഴ്സിന്റെ വക്കിലെത്തി ഞാൻ എൻ്റെ കുടുംബജീവിതം കടന്നു പോകുമ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മരണത്തിന്റെ വക്കിലൂടെ, മരണാനുഭവം. അവിടെയൊക്കെ സജീവനായിട്ട് ഈശോ നിൽക്കുന്നുണ്ട്, നിങ്ങളെ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് വിളിക്കാൻ. നിങ്ങളൊന്ന് ഓർത്തേക്കണം, ദുഃഖ വ്യാഴാഴ്ച നമ്മൾ ആഘോഷിച്ചില്ലേ? അവന്റെ അൾത്താരയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആരൊക്കെ ഉണ്ടായിരുന്നു? ഒറ്റിക്കൊടുത്ത യൂദാസ് ഉണ്ടായിരുന്നു അവന്റെ അത്താഴ മേശയിൽ. 3 പ്രാവശ്യം ഇവനെ എനിക്ക് അറിയത്തില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞ പത്രോസ്ലിയ ഉണ്ടായിരുന്നു. കുരിശെന്ന് എഴുതി കാണിച്ചപ്പോൾ തന്നെ ഓടി ഒളിച്ച, മറ്റ് മീശ വെച്ച സകലമാന അപ്പോസ്തലന്മാരും ഉണ്ടായിരുന്നു. ഈശോ അവർക്കാർക്കും അത്താഴമേശയിൽ നിന്ന് അപ്പം നിഷേധിച്ചില്ല എന്നതാണ് സുവിശേഷം. എല്ലാവർക്കും കീറി ഇങ്ങനെ കൊടുത്ത്, ഇവനൊക്കെ എൻ്റെ കൂടെ ഉണ്ടാകത്തില്ല, അവസാന നിമിഷം ഞാൻ ഒറ്റക്ക് കുരിശിൽ തൂങ്ങി നിൽക്കുമെന്ന് അറിഞ്ഞപ്പോൾ പോലും, അല്ലെങ്കിൽ തന്നെ 30 വെള്ളിക്കാശിന് ഇവൻ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും അപ്പം മുറിച്ചവന് കൊടുത്തു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് ഇവനെ എനിക്ക് അറിയത്തില്ല എന്ന് പത്രോസ്ലിഹ പറയുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈശോ അപ്പം മുറിച്ചു കൊടുത്തു. ആർക്കും അവനവന്റെ ജീവനെ നിഷേധിച്ചില്ല എന്നുള്ളതാണ് സുവിശേഷം. എത്ര പേർക്ക് ധൈര്യമുണ്ട് അങ്ങനെ ഈശോയെ പോലെ ജീവിക്കാൻ? ഈ ചേട്ടൻ പറയുമ്പോ വിഷമം തോന്നും, ഇല്ല വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അയാളെ ഞാൻ കെട്ടിപ്പിടിക്കും. എത്ര ഭാര്യമാർക്ക് പറ്റും? ഈ മരുമകൾ എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക, എങ്കിലും ഞാൻ അവളെ സ്നേഹിക്കും. ഈ അമ്മായിയമ്മ വന്നപ്പോ തൊട്ട് എന്റെ സമാധാനം കെടുത്തിയതാണ്, എങ്കിലും ഞാൻ ഈ അമ്മയെ സ്നേഹിക്കും. അച്ഛാ സ്നേഹിച്ച് വളർത്തിയ മകനാണ്. കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ കയറി വന്നപ്പോ തൊട്ട് അവൻ അമ്മയെ സ്നേഹിക്കണമെങ്കിൽ അവളുടെ അനുവാദം വേണം. നിങ്ങളുടെ ആരുടെ പ്രശ്നമല്ല കേട്ടോ, വെറുതെ പറയണേ, വെറുതെ പറയണേ. ഇവിടെയൊക്കെ ഈശോയെ നിങ്ങൾ വേണം. അപ്പൊ മനസ്സിലാവും എന്താണ് ഈ മരിച്ചവനെ അന്വേഷിച്ച് വന്ന സ്ത്രീകളോട് മാലാഖമാർ പറഞ്ഞ മെസ്സേജിന്റെ, സന്ദേശത്തിന്റെ അർത്ഥം. അവിടേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ വെക്കണം. അപ്പൊ പറഞ്ഞുതരും, ഇതാണ് പ്രത്യാശ. ഏത് പ്രതിസന്ധിയിലും ഓരോ അർത്ഥത്തിനും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാൻ പറ്റാത്ത ഈശോയുടെ സന്തോഷം, ഈശോയുടെ പ്രത്യാശ, അതാണ് ഈസ്റ്റർ ദിനത്തിന്റെ സന്ദേശം. ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇനി നിങ്ങളെ ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ട് ആംഗ്യം കാണിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവസാനിപ്പിക്കാം. ഒരു ചെറിയ കഥ ഇതാണ്. ഫ്രാൻസിസ് കാഫ്ക എന്ന വലിയ തത്വചിന്തകൻ, എഴുത്തുകാരൻ, ഒരു ബൊഹീമിയൻ റൈറ്ററാണ്. ആഘോഷമായിട്ടൊക്കെ പഠിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് അദ്ദേഹം ജീവിച്ച സ്ഥലത്തൊക്കെ പോകാനും പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരിക്കുന്നതിന് 1 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയ സംഭവം അതിതാണ്. അദ്ദേഹം ബെർലിനിലെ സ്പീഗ്ലിറ്റ്സ് എന്നൊരു താൻ ജീവിക്കുന്ന വീടിനോട് ചേർന്നുള്ള ഒരു പാർക്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ നടക്കാൻ പോകും. 1924 അദ്ദേഹം മരിക്കുന്നത്. 23 വരെ അദ്ദേഹം ബെർലിനിലാണ് ജീവിച്ചത്. അവിടുത്തെ ആ പാർക്കിൽ ഇങ്ങനെ നടക്കാൻ പോകുന്ന ഒരു ദിവസം അവിടുത്തെ ഒരു ഓക്കുമരത്തിലെ ബെഞ്ചിലിരുന്ന് ഒരു കൊച്ചു പെൺകുട്ടി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കൊച്ചു പെൺകുട്ടി. ഈ കരച്ചില് കണ്ടിട്ട്, ഇങ്ങനെ ഏങ്ങലടിച്ച് കരയുന്ന കൊച്ചിനെ കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് കാഫ്ക ചോദിച്ചു, എന്താ മോളെ കരയുന്നേ? എന്താ മോളെ കരയുന്നേ? കൊച്ചു പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാവക്കുട്ടി ഉണ്ടായിരുന്നു, അത്
കാണാനില്ല. എനിക്ക് എവിടെയോ അത് നഷ്ടമായി, ഇവിടെ എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് കരഞ്ഞോണ്ടിരിക്കാം. കാഫ്കയുടെ ഉള്ളില് 40 വയസ്സുള്ളൂ, വിവാഹം കഴിച്ചിട്ടില്ല, ഒരു കാമുകയുണ്ട്, ഒരു കുടുംബത്തെയൊക്കെ സ്വപ്നം കാണുന്ന മനുഷ്യനായതുകൊണ്ട് ഉള്ളിലിങ്ങനെ മാംസളമായ ഹൃദയം ഉള്ളതുകൊണ്ട് കൊച്ചിനോട് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് നിന്റെ പാവയെ നോക്കാം. രണ്ടുപേരും കൂടി ഒരുമിച്ച് ആ പാർക്ക് മുഴുവനും ചുറ്റി നടന്ന് പാവയെ നോക്കി. കിട്ടിയില്ല. കുഞ്ഞിനോട് പറഞ്ഞു, മോളെ നാളെ ഇതേ സമയത്ത് നിന്നെ എനിക്ക് ഇവിടെ വെച്ച് കാണേണ്ടതുണ്ട്. നാളെ നമുക്ക് ഒന്നുകൂടി ഈ പാവയെ ഒന്ന് നോക്കാം. പിറ്റേ ദിവസം അതേ നേരത്ത് കൊച്ചുണ്ട് അവിടെ. കാഫ്കയും തിരിച്ചെത്തി. കയ്യിലൊരു ചെറിയ എഴുത്തുണ്ടായിരുന്നു. ഈ കൊച്ചിന് ഈ എഴുത്ത് കാട്ടിയിട്ട് പറഞ്ഞു, ഒച്ചത്തിൽ ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചു, മോളെ ഇത് നിന്റെ പാവക്കുട്ടി നിനക്ക് അയച്ച എഴുത്താണ്. എന്നിട്ട് ഒച്ചത്തിൽ ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചു. വാക്കുട്ടി പറയുകയാണ്, നീ എന്നെ ഓർത്ത് വിഷമിക്കരുത്, നീ എന്നെ ഓർത്ത് സങ്കടപ്പെടരുത്. ഞാനൊരു ചെറിയ ട്രിപ്പിന് പോവുക, ലോകം കാണാനുള്ളൊരു ട്രിപ്പിന് പോവുക എന്ന് പറഞ്ഞു. കൊച്ചിന് സന്തോഷമായി. എൻ്റെ പ്രിയപ്പെട്ട പാവക്കുട്ടി എനിക്കൊരു എഴുത്ത് എഴുതി വെച്ചിട്ടാണല്ലോ പോയത്. എന്നിട്ട് ലെറ്റർ അവസാനിക്കുന്നത് എങ്ങനെ? എല്ലാ ദിവസവും എൻ്റെ ഈ സാഹസിക യാത്രയുടെ കഥകൾ ഞാൻ നിന്നെ എഴുതി അറിയിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും നീ എൻ്റെ എഴുത്ത് കാത്തിരുന്നു. കാഫ്ക ഈ കൊച്ചിനിങ്ങനെ പ്രത്യാശ കൊടുക്കുമായിരുന്നു. ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്ന ഈ കുഞ്ഞുകുട്ടിക്ക് കാഫ്ക ഒരു എഴുത്ത് കൊണ്ട് പ്രത്യാശ കൊടുത്തു, പ്രതീക്ഷ കൊടുത്തു. പിറ്റേ ദിവസവും ഈ കൊച്ചിങ്ങനെ വന്ന് അവിടെ നിൽക്കും. കാഫ്ക ഒരു എഴുത്ത് കൊണ്ടേ കൊടുക്കും. അവസാനം കാഫ്ക പോകുന്നതിന് മുമ്പായിട്ട്, തിരികെ പോകുന്നതിന് മുമ്പായിട്ട് അവസാന എഴുത്തും കൊടുത്തു. ഒപ്പം ഒരു പുതിയ പാവയെ. ഈ പുതിയ പാവ കണ്ടപ്പോൾ തന്നെ കൊച്ചു പറഞ്ഞു, ഇതെന്റെ പാവയല്ല, ഇത്രയും സുന്ദരമായിട്ടുള്ള പാവ എനിക്കില്ലായിരുന്നു. എന്റെ പാവ അത്ര ചഴുക്കൊക്കെ പിടിച്ച് മോശമായിട്ടിരുന്ന പാവ, ഇത്രയും സുന്ദരമായിട്ടുള്ള പാവ ഇതെന്റെതല്ല. അപ്പൊ പറഞ്ഞു, ഇല്ല, നിനക്കൊരു എഴുത്ത് കൂടി തന്നിട്ടുണ്ട്, നീ അത് വായിക്കും. എന്നിട്ട് ആ കൊച്ചിന് വേണ്ടി ആ എഴുത്തുകൂടി ഒച്ചത്തിൽ വായിച്ചു കേൾപ്പിച്ചു. ഇത്രയും ദിവസത്തെ, ഇത്രയും കാലത്തെ ഈ നീണ്ട യാത്ര എന്നെ അടിമുടി മാറ്റിയിരിക്കുന്നു. എന്താണ്? ഇത്രയും കാലത്തെ ഈ ലോക സഞ്ചാരം എന്നെ അടിമുടി മാറ്റിയിരിക്കുന്നു. ഇത് ഞാൻ തന്നെയാണ്, അടിമുടി മാറിയ നിന്റെ പാവം കുട്ടി. നമ്മളിങ്ങനെ സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഗ്രാബ് ചെയ്തെടുത്തത്, തട്ടിപ്പറിച്ചെടുത്തത്. ഇത് എന്റെ പാവയാണല്ലോ എന്നിട്ട് തട്ടിപ്പറിച്ചിങ്ങനെ ചങ്കോട് ചേർക്കുന്ന. ഒരു വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസ് കാഫ്ക എന്ന വലിയ തത്വചിന്തകൻ മരണപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം വലുതായി മാറിയ ഈ പെൺകുട്ടി തൻ്റെ വീണ്ടും പഴയ ഓർമ്മകളെ ഓർത്തുകൊണ്ട് ഈ പാവക്കുട്ടി ഇങ്ങനെ എടുക്കുമ്പോൾ ആ പാവക്കുട്ടിയുടെ ഉടുപ്പിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു എഴുത്തുകൂടി കിട്ടുകയാണ്. ആ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ എഴുതി വെച്ചിരിക്കുന്ന വാക്യം ഇതാണ്: Everything you love is very likely to be lost, but in the end, love will return in a different way. നീ നിന്റെ ജീവിതത്തിൽ അദമ്യമായി സ്നേഹിക്കുന്നതെല്ലാം നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഗാഠമായി നീ നിന്റെ ജീവിതത്തിൽ സ്നേഹിക്കുന്നതെല്ലാം നിനക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരിക്കൽ ആ മഹാസ്നേഹം നിന്നിലേക്ക് തിരികെ എത്തുക തന്നെ ചെയ്യും. വ്യത്യസ്തമായ രൂപഭേദങ്ങളിൽ ഒരിക്കൽ ആ സ്നേഹം നിന്നിലേക്ക്, ആ മഹാസ്നേഹം നിന്നിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും. മറ്റു രൂപഭേദങ്ങളിൽ
പ്രിയമുള്ളവരെ, ജീവിതത്തില് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്തല്ല പലപ്പോഴും ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിലും നിങ്ങൾ പ്രിയപ്പെട്ടതെന്ന് കരുതിയ ജീവന് തുല്യമായി ചേർത്ത് വെച്ച പലതും, ജീവന് സമമായിട്ട് ചേർത്ത് വെച്ച പലതും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ പോലും ഒരിക്കൽ അന്ത്യത്തിൽ ആ സ്നേഹം നിങ്ങളിലേക്ക് തിരികെ വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രത്യാശ. രാവിലെ 8 മണിക്ക് കുർബാനയുണ്ട്. കിടക്കണ മുമ്പ് എനിക്ക് ഒരു ഉറപ്പുമില്ല രാവിലെ എണീക്കുമെന്ന്. പക്ഷെങ്കിലും ഒരു 7 മണിക്കെങ്കിലും ഞാൻ അലാം സെറ്റ് ചെയ്യും. ഇല്ലേ? എന്തെങ്കിലും ഉറപ്പുണ്ടോ രാവിലെ എണീക്കുമെന്ന് ബെഡേന്ന്? ഇത്ര അനിശ്ചിതത്വമുള്ള ഒരു ജീവിതം നമുക്ക് മാത്രമേ ഉള്ളൂ. ഒരറപ്പുമില്ല ബെഡേന്ന് എണീക്കുന്നത്. എങ്കിലും നമ്മൾ അലാം സെറ്റ് ചെയ്ത് വെക്കും. ഈ പ്രത്യാശ മനുഷ്യ ജീവിതത്തിന്റെ വളരെ സിമ്പിളായിട്ടുള്ള തലങ്ങളിലാണ്. അപ്പോൾ ഒന്ന് ഓർക്കണം, അതിന്റെ എത്ര ഇരട്ടിയായിരിക്കും ഈശോ നൽകുന്ന പ്രത്യാശ. ഒരു മരണത്തിനും നിങ്ങളിൽ നിന്ന്, ഒരു ഉറക്കത്തിനും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ പ്രത്യാശ മോഷ്ടിക്കാൻ ഇടകൊടുക്കാതിരിക്കട്ടെ. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈസ്റ്ററിന്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും ഹൃദയപൂർവ്വം നേരുന്നു.